മുല്ലപ്പെരിയാർ ഡാമിൽ 4 ഷട്ടറുകൾ തുറന്നു. അരയടിയോളമാണ് സ്പിൽവേ ഷട്ടറുകൾ തുറന്നത്. വിശദാംശങ്ങളുമായി സമീർ സി വാഴങ്ങോട് ചേരുന്നു. സമീർ, പറയൂ. സുരാജ്, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 4 ഷട്ടറുകൾ അരയടി വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ 142 അടിയിലെത്തുന്ന മുറയ്ക്ക് മാത്രമേ ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുകയുള്ളൂ എന്നായിരുന്നു തമിഴ്നാട് നൽകിയിരുന്ന മുന്നറിയിപ്പ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പിനെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാത്രി സമയത്ത് ഒരിക്കലും ഷട്ടറുകൾ തുറക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ കളക്ടർ തേനി ജില്ലാ കളക്ടർക്ക് കത്തയച്ചിരുന്നു. ഇതിന്റെ ലംഘനം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രി സമയത്ത് തുറന്നിരിക്കുന്നു. അതോടൊപ്പം 12 മണിക്കൂർ മുമ്പ് മുന്നറിയിപ്പ് നൽകണം എന്ന് കാണിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിരുന്നു. ഇതിന്റെയും പൂർണ്ണമായിട്ടുള്ള ലംഘനമാണ് തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 12 മണിക്കൂർ മുമ്പ് മുന്നറിയിപ്പ് തന്നില്ല, അതോടൊപ്പം രാത്രി സമയത്ത് തുറന്നു തുടങ്ങിയ നിരവധി നിയമ ലംഘനങ്ങൾ ആണ് ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്, കഴിഞ്ഞ 7-ാം തീയതി ഇതേ സമയത്ത് തന്നെയായിരുന്നു 8 ഷട്ടറുകൾ 1.5 അടി വീതം തുറന്നിരുന്നത്. ഇത് വലിയ രീതിയിലുള്ള വെള്ളം ഉയരുന്നതിന് ഇടയാക്കുകയും 12 വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇടുക്കി ജില്ലാ കളക്ടർ തേനി ജില്ലാ കളക്ടർക്ക് പലതവണ ഫോണിലൂടെയും അതോടൊപ്പം തന്നെ കത്ത് നൽകുകയും ചെയ്തുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ പൂർണ്ണ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നത്, തമിഴ്നാട് ഇപ്പോൾ കൊണ്ടുപോകുന്ന ജലം 2100 മാത്രമായി തന്നെയാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത്. കൂടുതൽ ജലം കൊണ്ടുപോകാൻ അവർ തയ്യാറായിട്ടില്ല. അതോടൊപ്പം ഈ 4 ഷട്ടറുകളിലൂടെ 800 ഘനയടി ജലമാണ് ഇപ്പോൾ അണക്കെട്ടിൽ നിന്നും ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുക. അതേസമയം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നത്, ഇടുക്കി ജില്ലാ കളക്ടർ ഇപ്പോൾ പ്രദേശവാസികൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ജാഗ്രത പുലർത്തണം, എന്നാൽ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ്. 800 ഘനയടി ജലം ഇടുക്കി ഡാമിലേക്ക് എത്തുമ്പോൾ അത് വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറില്ല, അതിനുള്ള വെള്ളം ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് ഇടുക്കി ജില്ലാ കളക്ടർ നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് 4 ഷട്ടറുകളാണ് എങ്കിൽ ഇനിയും ഒരുപക്ഷെ ഷട്ടറുകൾ കൂടുതൽ തുറക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉയർത്തിയത് അരയടിയാണ് എങ്കിൽ അതിനി 1 അടിയായിട്ടോ 1.5 അടിയായിട്ടോ ശരി. സമീർ വാഴങ്കോടാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്. ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുന്നു. ചടങ്ങിന് ക്ഷണിച്ചിട്ടില്ലെന്ന് കൊല്ലം മേയർ വി രാജേന്ദ്രബാബു പറഞ്ഞു. മുഖ്യമന്ത്രി പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ അധ്യക്ഷനാക്കി പുതിയ പ്രോഗ്രാം പട്ടിക തയ്യാറാക്കി. അതേസമയം രാഷ്ട്രീയക്കാരെ എല്ലാം ഒഴിവാക്കി അനാച്ഛാദനത്തിനുള്ള പുതിയ ഫലകം സംഘാടകർ സ്ഥാപിച്ചു. തന്നെ അറിയിക്കാതെയും അനുവാദം വാങ്ങാതെയുമാണ് പരിപാടിയിൽ ആശംസ അർപ്പിക്കുന്നവരുടെ പട്ടികയിൽ പേര് ചേർത്തതെന്ന് കൊല്ലം മേയർ വി രാജേന്ദ്രബാബു പറഞ്ഞു. എന്നെ ഔദ്യമായി ആരും ക്ഷണവും ഉണ്ടായിട്ടില്ല. പിന്നെ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം അവർ പത്രസമ്മേളനത്തിൽ പത്രത്തിനാണെന്നാണ് എൻ്റെ പേര് ഞാൻ കണ്ടു. അവർ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇതുവരെ തന്നെ ഒരു അറിയിപ്പ് എനിക്ക് തന്നിട്ടുമില്ല, ഒരു നോട്ടീസ് പോലും തന്നിട്ടുമില്ല. മുഖ്യമന്ത്രിയെ ഒഴിവാക്കുകയും പ്രമുഖരടക്കം പങ്കെടുക്കില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തതോടെ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ പ്രോഗ്രാം പട്ടിക തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിക്ക് പകരം വെള്ളാപ്പള്ളി നടേശനാണ് അധ്യക്ഷ പദവി വഹിക്കുക. പുതിയ പ്രോഗ്രാം പട്ടികയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകാരം നൽകി കഴിഞ്ഞു. പ്രതിമയ്ക്കൊപ്പം സ്ഥാപിച്ചിരുന്ന ഫലകവും മാറ്റി സ്ഥാപിച്ചു. ഉമ്മൻചാണ്ടിക്ക് പുറമെ NK പ്രേമചന്ദ്രൻ MP, PK ഗുരുദാസൻ MLA, മേയർ രാജേന്ദ്രബാബു എന്നിവരെ ഒഴിവാക്കിയാണ് പുതിയ ഫലകം സ്ഥാപിച്ചിട്ടുള്ളത്. SNDPയുടെയും SN ട്രസ്റ്റിന്റെയും നേതാക്കളുടെയും പേരുകൾ മാത്രമാണ് ഫലകത്തിലുള്ളത്. അതേസമയം ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനം വിവാദമായതോടെ രക്ഷപ്പെട്ടത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സരിതയും സോളാറുമെല്ലാം ഉയർത്തി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം ഉമ്മൻചാണ്ടിയെ മാലാഹയാക്കുകയാണ്. ആർ ശങ്കറിന്റെ പേര് പറഞ്ഞുള്ള മുതലക്കണ്ണീരാണ് കോൺഗ്രസുകാർ ഒഴുക്കുന്നതെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ഞാൻ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞ് ഒന്ന് വിട്ട് നിന്ന് സഹായിച്ചാൽ കൊള്ളാം എന്ന് അഭിപ്രായം. വെള്ളാപ്പള്ളിക്ക് ഒരു വിഷമമുണ്ടായിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല, സന്തോഷമായിട്ട് നിങ്ങളുടെ കാര്യമെല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ സന്തോഷമായിട്ട് പിരിഞ്ഞു. ഞാൻ മാത്രമേ അദ്ദേഹത്തെ വിളിച്ചുള്ളൂ. ആ ദേശഭക്തിയോടുകൂടി ഉമ്മൻചാണ്ടിയോട് ഇതുപോലുള്ള ആരോപണങ്ങളെല്ലാം മുങ്ങിപ്പോയി എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി ഇന്ന് മാലാഖയായിട്ട് ഉയർത്തപ്പെട്ടു വന്ന് ചിറക് വിരിച്ച് പുണ്യവാളനായിട്ട് നിൽക്കുന്ന ഒരു മഹാകാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് വിലക്കേർപ്പെടുത്തിയത് RSS അജണ്ടയുടെ ഭാഗമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംഭവത്തിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാതെ മൗനം പാലിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി RSS വിധേയത്വം തുടരുന്നു എന്നതിന് തെളിവാണെന്നും സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കി നിർത്താൻ എന്തെങ്കിലും അയോഗ്യത കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. SN ട്രസ്റ്റ് നടത്തുന്ന കോളേജിൽ നടക്കുന്ന പ്രതിമാ അനാച്ഛാദന ചടങ്ങ് RSS ചടങ്ങാക്കി മാറ്റാൻ വെള്ളാപ്പള്ളി എടുത്ത തീരുമാനം ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ തിരസ്കരിക്കുന്ന സമീപനമാണെന്ന് സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. പ്രോട്ടോകോൾ പ്രകാരം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട്. മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയ നടപടി പ്രതിഷേധാർഹമാണ്. ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി സ്വീകരിച്ച നടപടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു.
ഇത്തരം സമീപനം കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണെന്നും സെക്രട്ടേറിയറ്റ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി പ്രതിമാ അനാച്ഛാദനത്തിന് എത്തിയതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണം. പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും അയോഗ്യത മുഖ്യമന്ത്രിക്കുള്ളതായി തെളിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യമറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയ വെള്ളാപ്പള്ളിയുടെ നടപടി മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും പറഞ്ഞു. ഇത്തരമൊരു നിർദ്ദേശത്തെ ലജ്ജയില്ലാതെ അഭിമാനബോധമില്ലാതെ അംഗീകരിക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി തയ്യാറായത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെയും ഇന്നത്തെ സഹതാപാർഹമായ അവസ്ഥയുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിമാ അനാച്ഛാദനം ഒരു സ്വകാര്യ ചടങ്ങാണെന്നും വിവാദത്തിൽ വിശദീകരണം നൽകേണ്ടത് സംഘാടകരാണെന്നും BJP നേതാവ് V. മുരളീധരൻ. മുഖ്യമന്ത്രിയെ ക്ഷണിക്കാത്തതിൽ പ്രോട്ടോകോൾ ലംഘനമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നിങ്ങളെല്ലാവരും എഴുതുന്നതേ എനിക്കറിയുള്ളൂ. നിങ്ങളെല്ലാവരും എഴുതിയതും ഈ ചാനലുകളിൽ വരുന്നതും അല്ലാത്ത വിവരങ്ങളൊന്നും എനിക്കറിയില്ല. ഈ ശിവഗിരി തീർത്ഥാടനത്തിൽ നിന്ന് BJP നേതാക്കളെ ഒഴിവാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ഇത്തരത്തിലൊരു തീരുമാനം നടപ്പാക്കിയെന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനം അവർ തമ്മിൽ ആലോചിക്കും. ഫസ്റ്റ് വിസിറ്റ് അല്ല, അത് തെറ്റിദ്ധാരണയാണ്. ഫസ്റ്റ് പ്രോഗ്രാം ഒഫീഷ്യൽ അത് എയർപോർട്ടിലാണ് സ്വീകരണം. എയർപോർട്ടിൽ മുഖ്യമന്ത്രിയും ഗവർണറും സ്വീകരിക്കുന്നു. അതോടുകൂടി ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു. ആർ ശങ്കറിന്റെ പ്രതിമാ അനാച്ഛാദന ചടങ്ങ് സ്വകാര്യ ചടങ്ങായി മാറ്റാൻ അനുവദിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലുകൾ പരിശോധിക്കണമെന്നും സുധീരൻ പറഞ്ഞു. അതേസമയം പ്രതിമാ വിവാദത്തിൽ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിയെയും BJP അപമാനിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വികസന കാര്യത്തിലും ഇതേ നിലപാടാണെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. സംഘപരിവാറിന്റെ RSSന്റെ അടിമയായി മാറിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി. അവരുടെ നിർദ്ദേശപ്രകാരം ചലിക്കുന്ന കേവലം ഒരു പാവ മാത്രമായി അദ്ദേഹം മാറിയിരിക്കുന്നു. കൊല്ലത്ത് ശങ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ആ ചടങ്ങ് തുടങ്ങുന്ന 2:45 മുതൽ 3:30 വരെ തിരുവനന്തപുരത്ത് ആർ ശങ്കർ പ്രതിമയുടെ മുന്നിൽ KPCC പ്രാർത്ഥനാ സംഗമം നടത്തി. ഏതായാലും അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇത് കേരളത്തിനോടുള്ള അപമാനമാണ്. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതല്ല, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരുന്നൊരു ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം BJPയുടെ കേന്ദ്ര നേതൃത്വമാണ് ഇതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അടൂർ പീഡനക്കേസിൽ 2 DYSPമാർക്ക് അന്വേഷണ ചുമതല. ശൂരനാട് രജിസ്റ്റർ ചെയ്ത കേസ് കൊട്ടാരക്കര DYSPയും ഏനാത്ത് രജിസ്റ്റർ ചെയ്ത കേസ് തിരുവല്ല DYSPയും അന്വേഷിക്കും. അടൂരിൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസിൽ DYSP ഒഴിവാക്കിയ യുവാവിനെ പ്രതി ചേർക്കാൻ തീരുമാനിച്ചു. ദക്ഷിണമേഖല IG മനോജ് എബ്രഹാമിന്റെ പരിശോധനയിൽ യുവാവിന് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് പുതിയകാവ് സ്വദേശി പ്രമോദിനെ കേസിൽ പ്രതി ചേർക്കാൻ തീരുമാനിച്ചത്. കേസന്വേഷണത്തിൽ മേൽനോട്ടം വഹിച്ച അടൂർ DYSP നസീമിനെ കേസിന്റെ തുടർ അന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കി. കൈരളി പീപ്പിൾ TVയാണ് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത യുവാവിനെ വെറുതെ വിട്ട വാർത്ത പുറത്തുവിട്ടത്. കേസ് രജിസ്റ്റർ ചെയ്ത ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ IG കേസ് സംബന്ധിച്ച വിശദമായ വിലയിരുത്തൽ നടത്തി. ഏനാത്തിലെ കേസ് തിരുവല്ല DYSPന്റെ ഒരു സ്പെഷ്യൽ ടീമായിരിക്കും അന്വേഷിക്കുന്നത്. ശൂർനാട്ടിലെ കേസ് കൊട്ടാരക്കര DYSPന്റെ ഒരു സ്പെഷ്യൽ ടീമായിരിക്കും അന്വേഷിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഒഴിവാക്കിയതല്ല, ഇന്നലെ അയാളെ വെരിഫൈ ചെയ്യാൻ, എന്താ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ആദ്യമേ ഒരു സംശയം ഉണ്ടായി അയാൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് അത് വെരിഫൈ ചെയ്യാൻ അല്ലെ ഒരു ദിവസത്തേക്ക് വിട്ട് തിരിച്ചു വിളിക്കുക. അപ്പോൾ അത് വെരിഫിക്കേഷൻ ഇന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്തിട്ട് അയാളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതേസമയം കേസന്വേഷണത്തിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചതായി സ്ഥലം MLA ചിറ്റയം ഗോപകുമാർ ആരോപിച്ചു. നാളെ നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബോധപൂർവമായി കേസിനെ ദുർബലപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ ഉള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിട്ടയച്ച പ്രതി കൂടാതെ ഇനിയും 2 പേരെ കിട്ടാനുണ്ടെന്നാണ്, മൊത്തം 11 പേരാണുണ്ടെന്നാണ് അറിയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഉന്നത പോലീസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് മെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്, നിവേദനം കൊടുത്തിട്ടുണ്ട്. 2 പെൺകുട്ടികളെ ദാരുണമായി ബലാത്സംഗം ചെയ്ത കേസിൽ 8 പ്രതികളെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കേസന്വേഷിക്കുന്ന കൊട്ടാരക്കര തിരുവല്ല DYSPമാരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊച്ചുസുന്ദരിയെ അനുകരിച്ച് ഫേസ്ബുക്കിൽ വീണ്ടും അശ്ലീല പേജുകൾ. ലൈംഗിക വ്യാപാരത്തിന് പേജിലൂടെ കളമൊരുക്കുന്നതായി സൂചന.
കൊച്ചി കേന്ദ്രീകരിച്ച് ഓൺലൈൻ സൈറ്റുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും നടന്ന ലൈംഗിക വ്യാപാര കേസിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് സമാനമായ പേജുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് കോപ്പി ചെയ്ത സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങളാണ് പേജുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി ഫോൺ നമ്പറുകളും പേജുകളിലുണ്ട്. സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ കമന്റ് ഇടുന്നതിന് പുറമെ ലൈംഗിക വ്യാപാരത്തിന് താല്പര്യമുള്ളവരെ തേടുന്ന പരാമർശങ്ങളും പോസ്റ്റുകളും കാണാം. ഇതിൽ ഒരു പേജ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പേജ് നവംബറിലാണ് ആരംഭിച്ചത്. ലൈംഗിക വ്യാപാര കേസിന്റെ അന്വേഷണം നടത്തിയവർ ഈ പേജുകൾ കണ്ടെത്തിയില്ലെന്നതും ശ്രദ്ധേയമാണ്. പേജുകളിലെ ഉള്ളടക്കം ചർച്ച ചെയ്യാനായി വാട്സാപ്പിൽ ഗ്രൂപ്പുള്ളതിനെക്കുറിച്ചും പരാമർശമുണ്ട്. ഈ ഗ്രൂപ്പിൽ ചേരാൻ നൽകിയ നമ്പറുകളാണ് പേജുകൾ കാണാനാവുന്നത്. പേജിനെതിരെ തിരുവനന്തപുരം സിറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറച്ചു മാസം മുമ്പ് ഇത്തരത്തിലുണ്ടായിരുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് കൊച്ചിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ നൽകിയ പരാതിയുടെ ഫലമായി ബ്ലോക്ക് ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ മാസ് റിപ്പോർട്ടിംഗിലൂടെ ഇത്തരം പേജുകൾ പൂട്ടിക്കണമെന്നും അഡ്മിന്മാരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് മേക്ക് വിമൺ സേഫ് ഓൺലൈൻ എന്ന ഹാഷ്ടാഗിൽ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകളെ അപമാനിക്കുന്നതും ലൈംഗിക വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതുമായ പേജുകൾ പൂർണ്ണമായി തടയാൻ നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. വെബ് ഡെസ്ക്. ദില്ലിയിൽ റെയിൽവേ അധികൃതർ അർദ്ധരാത്രിയിൽ ചേരി ഒഴിപ്പിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് കുട്ടി മരിച്ചു. റെയിൽവേയുടെ ഭൂമി കയ്യേറിയെന്നാരോപിച്ചാണ് അർദ്ധരാത്രിയിൽ മുന്നറിയിപ്പില്ലാതെ അധികൃതർ ഒഴിപ്പിക്കലിലെത്തിയത്. വാർത്ത പുറത്തെത്തിയതോടെ സ്ഥലം മജിസ്ട്രേറ്റ് ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സസ്പെൻഡ് ചെയ്തു. 20 വർഷത്തിലധികമായി ദില്ലിയിലെ ഷാക്കൂർ ബസ്തി മേഖലയിൽ താമസിക്കുന്ന ചേരി നിവാസികളെയാണ് റെയിൽവേ അധികൃതർ ഒഴിപ്പിച്ചത്. പുതിയ പാസഞ്ചർ ടെർമിനലിനായി സ്ഥലം കണ്ടെത്താനായിരുന്നു അർദ്ധരാത്രിയിലെ കൊടുംതണുപ്പിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നടപടി. കൊടുംമഞ്ഞിൽ 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500-ലധികം കുടുംബങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഭവനരഹിതരായി. ധൃതി പിടിച്ച ഈ ഒഴിപ്പിക്കലിനിടെയാണ് ഫർണിച്ചർ തലയിൽ വീണ് കുട്ടി മരിച്ചത്. സംഭവം വിവാദമായതോടെ സ്ഥലം മജിസ്ട്രേറ്റ് ഉൾപ്പെടെ 3 റെയിൽവേ ഉദ്യോഗസ്ഥരെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സസ്പെൻഡ് ചെയ്തു. ഒഴിപ്പിക്കൽ തന്റെ അറിവോടെ അല്ലായിരുന്നെന്ന് സ്ഥലം സന്ദർശിച്ച ദില്ലി മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ചേരി ഒഴിപ്പിക്കലിനെ കുറിച്ച് അറിവില്ലെന്നും സംഭവം ഞെട്ടലുണ്ടാക്കിയെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവും പ്രതികരിച്ചു. എന്നാൽ കുട്ടി മരിച്ചത് ചേരി ഒഴിപ്പിക്കലിനിടെയല്ലെന്നും സംഭവം കെട്ടിച്ചമച്ചതെന്നുമാണ് ഷാക്കൂർ ബസ്തി ജില്ലാ മജിസ്ട്രേറ്റിന്റെ ന്യായീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിദ്യാഭ്യാസ മേഖലയിൽ ഭയാനക അന്തരീക്ഷം നിലനിൽക്കുന്നുവെന്ന് AK ആന്റണി. അധ്യാപക വിദ്യാർത്ഥി നിയമനങ്ങൾക്ക് കോഴ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്നും ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. 1ാം ക്ലാസ്സിലെ അഡ്മിഷൻ മുതൽ ഏറ്റവും ഉയർന്ന ക്ലാസ്സിലെ അഡ്മിഷൻ വരെ, 1ാം ക്ലാസ്സിലെ അധ്യാപന നിയമനം മുതൽ ഉയർന്ന അധ്യാപന നിയമനം വരെ ഇന്ന് എണ്ണി വാങ്ങുന്ന കോഴപ്പണത്തിൻ്റെ റേറ്റ് എത്രമാത്രം കൂടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും കൊല്ലം ഞാനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ബോധിച്ചിട്ട് അന്ന് വിളിച്ച മുദ്രാവാക്യം നടപ്പാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല, അതിനേക്കാൾ ഭയാനകമായ അന്തരീക്ഷം വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നു. ഇതിന് ഈ രാജ്യത്തിന് പരിഹാരം ഉണ്ടാകണ്ടേ? ഇതിനെവിടെയെങ്കിലും വെച്ചൊരു അവസാനം ഉണ്ടാകണ്ടേ? ഈ നടത്തുന്നവരിൽ കൂടുതലും സമൂഹത്തിൽ വളരെയേറെ സ്വാധീനമുള്ളവരായതുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന ഈ പകൽ കൊള്ളയ്ക്കെതിരായി, ഏറ്റവും വലിയ അഴിമതിക്കെതിരായി മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ഒരുതരം ഭീരുത്വമല്ലേ? പയ്യന്നൂരിൽ MLA C കൃഷ്ണൻ നടത്തിയ നിരാഹാര സമരം അവസാനിച്ചു. മണ്ഡലത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്നാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. പയ്യന്നൂർ മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് C കൃഷ്ണൻ MLA 4 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണത്തിന് 3 കോടി രൂപയും, മേത്തുരുമ്പ ചപ്പാരപ്പടവ് കുറ്റൂർ റോഡിന് 450 കോടി രൂപയും, ഗ്രാമീണ റോഡ് നവീകരണത്തിനായി 2 കോടി രൂപയും അനുവദിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവായ സാഹചര്യത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. സംസ്ഥാന പാതയും ജില്ലാ റോഡുകളുമായി 260 കിലോമീറ്റർ റോഡ് PWDയുടേതായി പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിലുണ്ട്. ഒരു തരത്തിലും ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഗവൺമെന്റിന്റെ മുന്നിൽ ഈ പ്രശ്നങ്ങൾ MLA നിരന്തരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. MLA ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് പൊതുമരാമത്ത് വകുപ്പ് അംഗീകരിച്ച് രേഖാമൂലം ഈ സമര കേന്ദ്രത്തിൽ എത്തിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സമരത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഗവൺമെൻറ് അംഗീകരിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഇന്ന് ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസമായി ജനകീയ സമരത്തിന് മുന്നിട്ടിറങ്ങിയ MLAക്ക് പിന്തുണയും അഭിവാദ്യങ്ങളുമായി നാടൊന്നാകെ സമരപ്പന്തലിലേക്ക് ഒഴുകുകയായിരുന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V നാരായണൻ C കൃഷ്ണൻ MLAക്ക് നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പമ്പാ നദിയും തീരവും മാലിന്യമുക്തമാക്കാൻ പ്രത്യേക കർമ്മപദ്ധതി ആവിഷ്കരിക്കാൻ ശബരിമല ഉന്നതാധികാര സമിതി തീരുമാനം. ഇത് സംബന്ധിച്ച് പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ചു. സന്നിധാനത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ ആശുപത്രി നിർമ്മിക്കാനും ഉന്നതാധികാര സമിതി യോഗത്തിൽ തീരുമാനമായി.
ശബരിമലയിലേക്കുള്ള പ്രവേശന കവാടം എന്ന നിലയിൽ പമ്പയുടെ വികസനത്തിന് പ്രത്യേക പരിഗണന നൽകാനാണ് ശബരിമല ഉന്നതാധികാര സമിതിയുടെ തീരുമാനം. അടുത്ത തീർത്ഥാടന കാലത്തിന് മുൻപ് പമ്പ ശുചീകരിച്ച് തീരം സൗന്ദര്യവൽക്കരിക്കുമെന്നും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും യോഗത്തിന് ശേഷം ഉന്നതാധികാര സമിതി അധ്യക്ഷൻ കെ ജയകുമാർ പറഞ്ഞു. ശബരിമലയിലേക്കുള്ള ഒരു ഗേറ്റ് വേ, ഒരു പ്രവേശന കവാടം എന്നുള്ള നിലയ്ക്ക് അതിനെ ബ്യൂട്ടിഫൈ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, പിന്നെ കുറച്ചുകൂടെ ഫങ്ഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. ഈ 3-4 കാര്യങ്ങളിൽ പമ്പയ്ക്ക് ചില പുരോഗതികൾ വരണം. പമ്പ ശുചീകരണത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി രൂപീകരിക്കും. ഇതു സംബന്ധിച്ച പഠനം നടത്താൻ 4-അംഗ സമിതിയെ നിയോഗിച്ചു. മുൻ ചീഫ് ടൗൺ പ്ലാനർ ഡോക്ടർ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള സമിതിയോട് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പമ്പയിൽ പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുമെന്നും കെ ജയകുമാർ അറിയിച്ചു. സന്നിധാനത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ ആശുപത്രി നിർമ്മിച്ച് അടുത്ത വർഷം തന്നെ പ്രവർത്തനം ആരംഭിക്കും. പാണ്ടിത്താവളത്തും നിലയ്ക്കലും തീർത്ഥാടകർക്ക് താമസ സൗകര്യമൊരുക്കാനും ശബരിമലയിലെ ഭണ്ഡാരത്തിൽ സുരക്ഷയ്ക്കായി ബോഡി സ്കാനർ സ്ഥാപിക്കാനും ഉന്നതാധികാര സമിതി യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. വെള്ളി ശനി ദിവസങ്ങളിലായി ചേലക്കരയിലാണ് സമ്മേളനം നടന്നത്. സമാപന ദിവസമായി ഇന്നലെ നടന്ന പൊതുസമ്മേളനം കെ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. 11-ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി മണികണ്ഠൻ അമ്പലപ്പാട്ട്, സുരേഷ് തൃപ്രയ എന്നിവരെ തിരഞ്ഞെടുത്തിരുന്നു. ചെന്നൈ ദുരന്ത നിവാരണ ഫണ്ട് സ്വരൂപിക്കാൻ സമ്മേളനം തീരുമാനം എടുത്തു. ഡ്രഗ്സ് കൺട്രോളറായിരുന്ന PM വർക്കിയുടെ ഭാര്യയും CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോണിന്റെ ഭാര്യാമാതാവുമായ പത്മിനി വർക്കിയുടെ സംസ്കാരം തിരുവനന്തപുരത്ത് ശാന്തി കവാടത്തിൽ നടന്നു. വർക്കിംഗ് വിമൻസ് അസോസിയേഷൻ, NGO യൂണിയൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക പ്രവർത്തകയായിരുന്നു പത്മിനി. കോഴിക്കോട് കദളിയൻ കുടുംബാംഗമാണ്. ഡ്രഗ്സ് കൺട്രോൾ ഓഫീസിൽ സീനിയർ സൂപ്രണ്ട് ആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോട്ടയം കഞ്ഞിക്കുഴിയിലെ ലോഡ്ജിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ കഴുത്തറുത്ത് കൊന്ന കേസിലെ പ്രതിയെ കോട്ടയത്ത് കൊണ്ടുവന്നു. പാലക്കാട് മണ്ണാർക്കാട് പയ്യനടം സ്വദേശി ജയപ്രകാശിനെ തെലങ്കാനയിലെ വാറങ്കലിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്.